ചെറുകഥ. ഈ ചെറുകഥയുടെ പേര് വാതായനങ്ങളാണ്. വാതായനങ്ങൾ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കുന്നു. സ്കൂളിലെത്തണമെങ്കിൽ 2 കിലോമീറ്ററെങ്കിലും റിക്ഷയിൽ യാത്ര ചെയ്യണം. ഒരു കിളവൻ ചൗരസ്യയാണ് റിക്ഷ ചവിട്ടുന്നത്. വാഹനത്തിൻ്റെ ഇരുവശത്തും കുട്ടികൾ. ഗട്ടറിൽ കയറുമ്പോൾ റിക്ഷയും ചൗരസ്യയും താളത്തിലൊരാട്ടമാണ്. ആട്ടത്തിൻ്റെ ആലസ്യത്തിൽ അയാൾ കീഴ്ചുണ്ടിനുള്ളിൽ പാൻപരാഗ് തിരികെ വയ്ക്കും. റിക്ഷയുടെ ഇടത്തെ ബെഞ്ചിലാണ് അഭിമന്യു ഇരിക്കുന്നത്. അലോകും അക്ഷയും ഹർഷുമൊക്കെ അവനോടൊപ്പമുണ്ട്. ഹർഷിൻ്റെ വീടിനടുക്കുമ്പോൾ കുട്ടികൾ കൂട്ടച്ചിരിയാണ്. അവൻ്റെ വീടിന് പുറത്തേക്ക് നീളുന്ന കോളാമ്പിയിൽ രാവിലെ തന്നെ മനോജ് തിവാരിയുടെ ഭോജ്പുരി ഗാനം മൂളാറുണ്ട്. അവൻ്റെ അപ്പൻ കുശിനഗർ സ്വദേശിയാണ്. അയാൾ മനോജ് തിവാരിയുടെ ഒരു കൽപ്രതിമ പണിത് തൻ്റെ മുറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നും ചിരി നിറഞ്ഞ പ്രഭാതയാത്രകൾ. സൂര്യാവയിലെ സെൻറ് തോമസ് കോൺവെൻറ്റ് സ്കൂൾ അഭിമന്യുവിന് 2ാം വീട് പോലെയാണ്. ബാഗിനുള്ളിലെ പുസ്തകങ്ങളാണ് അവൻ്റെ ലോകം. UKG ക്ലാസ്സിൻ്റെ പിൻബെഞ്ചിലിരുന്ന് കുട്ടികളോട് ചേർന്നവൻ ഇംഗ്ലീഷ് റൈംസ് പാടാറുണ്ട്. മമ്മി ആൻഡ് ഡാഡി ഐ ലവ് യു, കം ടു മീ വെൻ ഐ കോൾ യു, ഗിവ് മീ എ കിസ് വെൻ ഐ ആസ്ക് യു, മമ്മി ആൻഡ് ഡാഡി ഐ ലവ് യു. ഉയരം കുറഞ്ഞ കറുത്ത പേക്കോലം എന്നാണ് വർമ്മ വിഭാഗത്തിലുള്ളവർ അവനെ വിളിച്ചത്. അത്തരം വിളികളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുതരം മാനസികാവസ്ഥ ഇക്കൂട്ടർ ജന്മന നേടിയെടുത്തതാണ്. ഒരുതരം ജന്മാവകാശം. പൂണൂൽ ദേഹത്തിന് കുറുകയിട്ട് അടിവസ്ത്രത്തിൽ നടക്കാനിറങ്ങുന്നതും ഇക്കൂട്ടരുടെ പ്രധാന വിനോദമാണ്. അഭിമന്യുവിൻ്റെ സ്വപ്നങ്ങൾക്ക് വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഏതോ വയൽ പക്ഷിയെപ്പോലെയായിരുന്നു അവൻ. സ്വപ്നങ്ങളിലേക്കുള്ള കുതിപ്പ് ഓരോ നിമിഷവും പ്രകടമാണ്. തികഞ്ഞ ഗൗരവത്തോടെയുള്ള പെരുമാറ്റം, അച്ചടക്കത്തോടെയുള്ള സമീപനം, കാടുകയറാതെയുള്ള സംസാരം, അർപ്പണബോധം. ഒരു 5 വയസ്സുകാരന് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കും വിധത്തിൽ അവൻ മറ്റെല്ലാവരെക്കാളും ഒരു കല്ലേറു ദൂരം മുന്നിലായിരുന്നു. സാഹചര്യങ്ങൾക്കതീതമായി സഞ്ചരിക്കുന്ന പക്വമായ ഒരു ജീവിതശൈലി അവൻ രൂപപ്പെടുത്തിയിരുന്നു. സൂര്യാവയ്ക്കും ബദോഹിക്കുമിടയിലാണ് അവൻ്റെ വീട്. പൂഴി വറക്കുന്ന മൺവഴി, കാലികൾ മേയും ഗോതമ്പ് പാടങ്ങൾ, ഇഷ്ടികയിൽ പണിതീർത്ത ഷോപ്പുകൾ, വെള്ളം നിറഞ്ഞൊഴുങ്ങുന്ന കൊച്ചു ടാങ്കുകൾ. അവൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്. 2002 മകനെ മലയാളികളുടെ CBSE സ്കൂളിൽ വിടാൻ അയാൾ കാട്ടിയത് അസാമാന്യ ധൈര്യമാണ്. അതിനെ അയാളെ പ്രേരിപ്പിച്ച ഘടകമെന്താണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദളിതരുടെ ഭൂമികയിൽ മൂക്കളയിൽ കുളിച്ച് നടക്കുന്ന കുട്ടികളാണ് അധികവും. അവരിൽ മനുഷ്യരൂപം പ്രകടമായിരുന്നില്ല. പേക്കോലങ്ങൾ, നിക്കറില്ലാത്ത പ്രാകൃത കുഞ്ഞുങ്ങൾ വിലസുന്ന ഹരിഹരൻ പുരം. അവിടെയായി ചെയിൻ തട്ടിയ ഹീറോ സൈക്കിളുകളുടെ അസ്ഥികൂടങ്ങൾ കാണാം. പകൽ പോലും ഇരുട്ടിൻ്റെ സാന്നിധ്യം. വെയിൽ വഴികളിൽ കനീഭവിച്ച ഒരുതരം നെഗറ്റിവിറ്റി. ഇവിടെ അഭിമന്യുവിൻ്റെ അച്ഛൻ ക്രിസ്തുവിനേക്കാളും കേമനായിരുന്നു. 3-ാം ദിവസത്തിന് മുമ്പേ അയാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ പറയാം. ആരെയും കാത്തു നിൽക്കാനുള്ള സഹനം അയാൾക്കുണ്ടായിരുന്നില്ല. ഇതിനൊക്കെയാണ് നാം ശേഷി എന്ന് പറയേണ്ടത്, ഊർജമെന്ന് നിർവചിക്കേണ്ടത്, ഉയർത്തെഴുന്നേൽപ്പെന്ന് തിരിച്ചറിയേണ്ടത്. മകന് വേണ്ടി ജാതിക്കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനല്ല അയാൾ ശ്രമിക്കുന്നത്. ഒരു സ്ഫോടനം പോലെ തൻ്റെ മകനിൽ വിപ്ലവാത്മകമായ മാറ്റം അയാൾ കോറിയിടുന്നു. ആ തൂലികയിൽ അഗ്നിപർവ്വതം ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു ടൊർണാഡോ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു സുനാമി തിര തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ഞായറാഴ്ചയുടെ ആലസ്യത്തിൽ നിന്ന് പ്രകൃതി പോലും ഉണർന്നു വരുന്നതേയുള്ളൂ. പ്രതീക്ഷയുടെ തിങ്കളിനെ വരവേൽക്കാൻ കുട്ടികളെല്ലാം സ്കൂളിലെത്തിക്കഴിഞ്ഞു. ഹർഷിൻ്റെ വീട്ടിലെ ഭോജ്പുരി പാട്ട് അപ്പോഴും മൂളുന്നുണ്ടായിരുന്നു. ഒരു ക്ഷീണവുമില്ലാതെ തിവാരി ബഗൽവാലി പാടിക്കൊണ്ടേയിരുന്നു. സ്കൂളാകെ തണുത്തിരിക്കുന്നു. പഴയ കോളാമ്പിയിലൂടെ കുട്ടികൾ പ്രാർത്ഥനാ ഗാനം പാടുന്നത് കേൾക്കാം. തെരി ആരാധന കരു. അന്ന് ആദ്യമായി UKG ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിൽ ഒരു ശൂന്യത. ആ ശൂന്യത പിന്നീട് വലിയ നിശബ്ദതയായി. തൊട്ടറിയാവുന്ന നിശബ്ദത. മരങ്ങൾക്കിടയിൽ ഒളിച്ച ആദം പോലും അത്രയും നിശബ്ദനായിരുന്നില്ല. വെള്ളത്തിലാണ്ടുപോയ അരാരാത്ത് പർവ്വതം പോലും അത്രയും ശാന്തമായിരുന്നില്ല. ആദമിനും അരാരാത്തിനും മേൽ നിശബ്ദതയുടെ സൂചിക
ഉയർന്നു നിന്നു. ഹോംവർക്കുകളിൽ നിന്നും, ക്ലാസ് വർക്കുകളിൽ നിന്നും, ഇംഗ്ലീഷ് റൈംസിൽ നിന്നും, സ്വപ്നങ്ങളിൽ നിന്നും, അച്ചടക്കത്തിൽ നിന്നും ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൻ യാത്രയായിരിക്കുന്നു. ആ വിയോഗം എന്നെ വല്ലാതെ അലട്ടി. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മസ്തിഷ്കത്തിലൊരു തരം മരവിപ്പ്. അടിമുടിയാകെ വിയർത്തു കുളിച്ചു. ഹെർക്കുലീസ് സൈക്കിളിൽ ഞാനും അധ്യാപികയായ എൻ്റെ ഭാര്യയും അഭിമന്യുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ആളില്ലാത്ത ലെവൽ ക്രോസിലൂടെ കാശി വിശ്വനാഥ് എക്സ്പ്രസ് അതിവേഗം പായുന്നുണ്ട്. മൺവഴിയിലൂടെ മരണം കവർന്ന അഭിമന്യുവിൻ്റെ വീട് തേടി ഞങ്ങൾ പാഞ്ഞു. അവൻ്റെ ശരീരം ഒരു ജീപ്പിൻ്റെ മുകളിൽ വെച്ച് കെട്ടി ഞങ്ങൾക്കെതിരെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ വാഹനം നിർത്തി. ആ ശരീരം ഒരു മരവിപ്പോടെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഒരു സ്വപ്നം ഗംഗയ്ക്ക് ദാനമാകുന്നത് ഞങ്ങൾ അറിഞ്ഞു. ആ ജീപ്പ് ദൂരെ ഒരു പൊട്ടാകുവോളം ഞങ്ങൾ നോക്കി നിന്നു. കുറേ സ്ത്രീകൾ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. അതിലൊന്ന് അവൻ്റെ അമ്മയാണ്. ഒരു വിഷപ്പാമ്പ് കടിച്ചാണ് അവൻ മരിച്ചത്. അവൻ്റെ ബാഗിൽ ബുക്കുകളും പുസ്തകങ്ങളുമെല്ലാം ഭദ്രമാണ്. പതിവ് പോലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടക്ഷരത്തിൽ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നാൽ ടീച്ചറിൽ നിന്ന് ഒരു എക്സലൻറ്റിന് വേണ്ടി കാത്തിരിക്കാതെ അവൻ മറഞ്ഞിരിക്കുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പ്രകൃതി അവനെ മറന്നേക്കാം. കുറേ ദിവസം കഴിയുമ്പോൾ പ്രകൃതി അവനെ മറന്നേക്കാം. മീനുകൾ അവൻ്റെ ശരീരം കൊത്തിയെടുത്തേക്കാം. എന്നാൽ അവൻ കോറിയിട്ട സ്വപ്നവും അതിൻ്റെ വാതായനങ്ങളും എന്നും മനസ്സിലുണ്ടാവും.